എന്ന അറപ്പും വെറുപ്പും ജനങ്ങൾക്കുള്ള അഴിഞ്ഞാടി നടക്കുന്ന ഒരു ചെറ്റയും കൂടെ വിളിച്ചിട്ടുണ്ടായിരുന്നു. എന്തിനാണ് ഇവളെയൊക്കെ വിളിക്കുന്നത്? ഇതിനേക്കാളും നല്ലതുപോലെ തെരുവുപട്ടിയും വിളിച്ചിരുത്തുന്നതാണ്. ഒരു വാല്യൂ ഒരു ലോജിക്കും ഇല്ലാത്ത ഒരു സ്ത്രീ എന്ന് പോലും വിളിക്കാൻ പറ്റില്ല. കുടുംബത്തിൽ പിറന്ന ഒന്നുമല്ല. ഇവളുടെ ഈ തുണി അഴിച്ചുള്ള ആട്ടവും ഇതൊക്കെയാണ് ഇവളുടെയൊക്കെ മെയിൻ പരിപാടി. ഈ റീച്ചിന് വേണ്ടി എന്തും ചെയ്യും. ഷിംജിതയെ അതേപോലെ തന്നെയാണ്. റീച്ചിന് വേണ്ടി എന്ത് തോന്നിവാസം ചെയ്യും. അപ്പൊ അവളുടെ ആ വസ്ത്രം വേണ്ട. അതായത് ദൈവികമായിട്ടുള്ള ആ പർദ്ദ എന്ന് പറയുന്ന ഇവർ വിശ്വസിക്കുന്ന ആ ഒരു വലിയ മഹത്തായ ഡ്രസ്സ് അവർക്ക് വേണ്ട. എന്നാൽ പോലീസ് പിടിച്ചപ്പോഴോ ഈ പർദ്ദയായി മാസ്കായി എല്ലാം അങ്ങ് ഒരുങ്ങി കൂട്ടി അങ്ങ് പോയി. എന്നിട്ട് എന്താ ഈ ജനങ്ങൾ നല്ല രീതിയിൽ തൂക്കി വലിച്ചു കീറി ഒട്ടിച്ചു വിട്ടിട്ടുണ്ട്. അപ്പൊ ഷിംജിതയെ പറ്റി അല്ലെങ്കിൽ ഷിംജിതയെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കൂട്ടം ആളുകൾ വന്നു എന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ അങ്ങനെ വന്ന ആളുകൾ ഇവരുടെയൊക്കെ എന്താണ് രാഷ്ട്രീയ ചരിത്രമെന്ന് ഇവരുടെയൊക്കെ ചരിത്രം എന്താ നമ്മൾ മനസ്സിലാക്കണം കേട്ടോ. അഴിഞ്ഞാടി നടക്കുന്ന ആളുമാര് തന്നെയാണ്, വേറൊന്നുമല്ല. അപ്പോ എന്താണ് ഈ ഒരു വിഷയത്തിൽ അവളമാര് പറഞ്ഞതെന്നും രാഹുൽ ഈശ്വർ എപ്പോഴും എല്ലായ്പ്പോഴും ആണുങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്ന, അനീതിക്കെതിരെ പോരാടുന്ന ആ ഒരു മനുഷ്യൻ ഇവിടെ